ഹായ് ഓൾ. 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് അതിൻ്റെ പാർട്ട് 3 വീഡിയോ ആണത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 13 കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സുമാണ്. അപ്പോൾ നേരിട്ടിട്ട് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. സോ ഒന്നാമത്തെ ചോദ്യത്തിന് 6 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ഓരോന്ന് ചെയ്യാം. ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ചെക്ക് വെദർ ഈച്ച് ഓഫ് ദ സീക്വൻസസ് ഗിവൺ ബിലോ ആർ അരിത്തമെറ്റിക് സീക്വൻസ്. താഴെ കൊടുത്തിരിക്കുന്ന കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് വായിച്ച് നോക്കിയിട്ട് നമ്മൾ ഓരോ സീക്വൻസ് ഉണ്ടാക്കണം. എന്നിട്ട് ആ സീക്വൻസ് എന്താണെന്ന് നോക്കണം. അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നോക്കണം. എന്നിട്ട് ഗീവ് റീസൺ ഓൾസോ. ആണെങ്കിൽ അതെന്തുകൊണ്ട് എന്നുള്ളത് നിങ്ങൾ പറയണം. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ്. ഓരോ അരിത്തമെറ്റിക് സീക്വൻസിനും കോമൺ ഡിഫറൻസ് എന്താണെന്നും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്: നാച്ചുറൽ നമ്പർ ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സാണ് എഴുതേണ്ടത്. പക്ഷേ ആ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ആ നാച്ചുറൽ നമ്പേഴ്സിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 1 കിട്ടണം. അപ്പോൾ നമ്മൾ ജനറലി നോക്കുകയാണെങ്കിൽ 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 4, 8, 12, 16 അങ്ങനെ പറഞ്ഞു പോകൂലേ. അപ്പോൾ ഇതിൽ 1 റിമൈൻഡർ കിട്ടണമെങ്കിൽ ഈ 4 കഴിഞ്ഞാൽ തൊട്ടടുത്ത നമ്പറായ 5, പിന്നെ 8 കഴിഞ്ഞാൽ തൊട്ടടുത്ത നമ്പറായ 9, 12 കഴിഞ്ഞാൽ തൊട്ടടുത്ത നമ്പറായ 13, ഇങ്ങനെയാണ് പോവുക. പിന്നെ ഓൾറെഡി 1 റിമൈൻഡർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ടത്തിലേക്ക് ആരും കൂടെ വരും, 1ഉം കൂടെ വരും. അപ്പോൾ ഇതാണ് ജനറലി നമുക്ക് നോക്കാനുള്ള ഒരു പരിപാടി. പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പം നമ്മൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി. നമ്മളോട് റിമൈൻഡർ എത്രയാണോ പറഞ്ഞത് അത് നോക്കാം. ഇപ്പോൾ ഇവിടുത്തെ റിമൈൻഡർ എത്രയാണോ? 1 ആണ്. പിന്നെ ആരെക്കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞത്? 4നെ കൊണ്ടല്ലേ. അപ്പോൾ ആ 4 ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താലും ഇതേ സീക്വൻസ് തന്നെയാണ് കിട്ടുക. എന്ന് വെച്ചാൽ 1, 5, 9, 13, 17 എക്സെട്ര. ഓക്കെ ആണല്ലോ. ഇനി ഈ ഒരു സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നോക്കണം. അതെങ്ങനെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നോക്കുക? നോക്കിക്കേ, ഒരു ടേമിൽ നിന്ന് തൊട്ട് പിറകിലുള്ള ടേം ഒന്ന് മൈനസ് ചെയ്ത് നോക്കിയാൽ മതി. 5 - 1 എത്ര കിട്ടുക? 4 ആണ് കിട്ടുക. അതുപോലെ 9 - 5, 9 - 5 അവിടെ എന്താ കിട്ടുക? 4 ആണ്. പിന്നെ അതേപോലെ 13 - 9, 13 - 9 അപ്പോഴും എന്താ കിട്ടുക? 4 ആണ്. ഇവിടെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സെയിം ആണ്. വിച്ച് മീൻസ് അവിടെ എന്തുണ്ട്? ഒരു കോമൺ ഡിഫറൻസ് ഇല്ലേ? അതല്ലെങ്കിൽ ഈ നമ്പറൊക്കെ 4 ഇങ്ങനെ കൂടിയല്ലേ വരുന്നത്. അങ്ങനെയുള്ള സീക്വൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതി വെക്കാം: ഡിഫറൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് ടേം. ഡിഫറൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് ടേംസ് ഈസ് സെയിം. ഡിഫറൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് ടേംസ് എന്താണ്? സെയിം ആണ്. അങ്ങനെ സെയിം ആണെങ്കിൽ അതെന്താണ്? സോ ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇറ്റ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കും. കോമൺ ഡിഫറൻസ് ആരാണ്? ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതെത്രയാണ്? 4 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടി 4 ആണ്. വളരെ എളുപ്പമാണ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 റിമൈൻഡർ വരുന്ന സീക്വൻസ് ആണെങ്കിലോ? ഇത്രയുള്ള കാര്യം, നമ്മൾ ആദ്യം 1 എന്ന് എഴുതും, പിന്നെ 5 ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും. 1ഉം 5ഉം ആഡ് ചെയ്താൽ 6, 6ഉം 5ഉം ആഡ് ചെയ്താൽ 11, അങ്ങനെ പോകും. അപ്പം ഈ രീതിയിലുള്ള സാധനങ്ങൾ നമുക്ക് സ്ഥിരമായിട്ട് കാണുന്ന ഒരു ടൈപ്പാണ് അല്ലേ. ഇനി തൊട്ടടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ: നാച്ചുറൽ നമ്പർ ലീവിങ് റിമൈൻഡർ 1 or 2 ഓൺ ഡിവിഷൻ ബൈ 4. അപ്പോൾ ഇവിടെ 1 മാത്രമല്ല, ആരുമുണ്ട്? 1ഉം 2ഉം റിമൈൻഡർ ആയിട്ട് വരുന്ന ആളുകൾ എഴുതാൻ പറയണം. എളുപ്പമാണ്. നമ്മൾ ആദ്യം 1ൻ്റെതൊന്ന് നമുക്ക് വർക്കിംഗ് കോളത്തിൽ ചെയ്ത് നോക്കാം. 1 റിമൈൻഡർ കിട്ടുന്ന ആരൊക്കെ വരിക? ആദ്യം 1 തന്നെ, പിന്നെ 4 നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും അല്ലേ. കാരണം എന്താ? ഇവിടെ നോക്കിക്കേ, ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കേ, ഡിവൈഡ് ചെയ്തത് 4 കൊണ്ടാണ്. അപ്പോൾ നമ്മൾ 4 ആഡ് ചെയ്ത് കൊടുക്കും. 1, 4, 1നോട് 4 ആഡ് ചെയ്താൽ 5, വീണ്ടും 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 9, വീണ്ടും 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 13 എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ കിട്ടിയ ആളുകൾ തന്നെ. ഇനി 2 റിമൈൻഡർ വരുന്നതോ? 2ൽ സ്റ്റാർട്ട് ചെയ്യും, 4 ആഡ് ചെയ്യും, 2, 6, 10, പിന്നെ അടുത്ത ആൾ 14, അങ്ങനെ പോകും അല്ലേ. അപ്പോൾ ഈ 2 ആൾക്കാരും കൂടെ കൂടിയിട്ടുള്ള സീക്വൻസ് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ അത് ഓർഡറിൽ എഴുതുകയാണെങ്കിൽ ആദ്യത്തെ നമ്പർ 1 ആണ്. പിന്നെ ആരാ വരിക? 1 കഴിഞ്ഞാൽ 2, പിന്നെ 5, 6, 9, 10, 13, 14 അങ്ങനെ പോകും. അപ്പോൾ 1, 2, 5, 6,
9, 10, 13, 14 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. ഓക്കെ ആണല്ലോ. ഇനി ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? രണ്ട് അടുത്തടുത്ത ആളുകൾ, ഇപ്പോൾ രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേം മൈനസ് ചെയ്യും, നാലാമത്തെ ടേമിൽ നിന്ന് മൂന്നാമത്തെ ടേം മൈനസ് ചെയ്യാം, അതല്ലെങ്കിൽ മൂന്നാമത്തെ ടേമിൽ നിന്ന് രണ്ടാമത്തെ ടേം മൈനസ് ചെയ്ത് നോക്കാം. 2 - 1, 2 - 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അതുപോലെ 5 - 2, 5 - 2 എത്രയാണ്? 3 ആണ്. ബാക്കി നമ്മൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഇവിടെ ഡിഫറൻസ് 1ഉം ഇവിടെ ഡിഫറൻസ് എത്രയാണ് കിട്ടിയത്? 3യുമാണ് കിട്ടിയത്. ഡിഫറൻസ് സെയിം ആണോ? ഡിഫറൻസ് സെയിം അല്ല. അപ്പോൾ എന്ത് ചെയ്ത് വെക്കാം? ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അല്ലേ? എന്താ അതിന് കാരണം? അരിത്തമെറ്റിക് സീക്വൻസ് അല്ലാതിരിക്കാൻ കാരണം ഡിഫറൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് ടേംസ് ഈസ് നോട്ട് ഈക്വൽ അല്ല. സെയിം ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയായിരുന്നു, അല്ലെങ്കിൽ ഈക്വൽ ആണെങ്കിൽ എന്തെന്ന് പറയായിരുന്നു? അവർ അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാമായിരുന്നു. അല്ലേ? ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇനി ഇതുപോലെ മൂന്നാമത്തെ ഒന്ന് വായിച്ചു നോക്കാം. നോക്കിക്കേ, സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് കാര്യം, നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. നാച്ചുറൽ നമ്പേഴ്സ് ആരൊക്കെയാണ് ഈ നാച്ചുറൽ നമ്പേഴ്സ് വരിക? 1, 2, 3, 4, 5 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഇവരുടെ സ്ക്വയേഴ്സ്, അതിൻ്റെ സീക്വൻസ് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ 1ൻ്റെ സ്ക്വയർ എത്രയാണ്? 1 × 1, 1 × 1 എത്രയാണ്? 1. 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 2 × 2, 2 × 2 എത്രയാണ്? 4. 3ൻ്റെ സ്ക്വയറോ? 3 × 3, 3 × 3 എത്രയാണ്? 9. 4ൻ്റെ സ്ക്വയറോ? 16. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇനി അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. നോക്കിക്കോ, 4 എന്ന് 1 കുറച്ചു, ഇത്രയേ ഉള്ളൂ. 4 ന്ന് 1 കുറച്ചു, 4 ന്ന് 1 കുറച്ചാൽ എത്ര കിട്ടുക? 3. വീണ്ടും 9 ന്ന് 4 കുറച്ചു, 9 ന്ന് 4 കുറച്ചു, കിട്ടിയ ഉത്തരം എന്താ? 5. ആണോ? അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? അല്ല. കാരണം ഇവിടെ ഡിഫറൻസ് 3 ആണ്, ഇവിടെ ഡിഫറൻസ് എന്താണ്? 5 ആണ്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ നമുക്ക് മേലുള്ള അതേ സാധനം തന്നെയാണ് കിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട്, ഇവിടേക്ക് എടുത്ത് എഴുതി വെക്കുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. കാരണം എന്താ? മേലത്തെ അതേ കാരണം തന്നെ. ഡിഫറൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് ടേംസ് എന്താണ്? ഈക്വൽ അല്ല, നോട്ട് ഈക്വൽ ആണ്. അപ്പം അതേ റീസൺ ഞാനൊന്നും ഇങ്ങോട്ട് എഴുതി വെക്കുന്നുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് ടേംസ് ഈസ് നോട്ട് ഈക്വൽ. ഓക്കെ. ഇനി നാലാമത്തെ ചോദ്യം. നോക്കിക്കോ, റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് പറഞ്ഞത്. നാച്ചുറൽ നമ്പറിൻ്റെ റെസിപ്രോക്കൽസ് നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നാലാമത്തെ സബ് ക്വസ്റ്റ്യൻ. അപ്പോൾ നേരത്തെ അതേപോലെ നാച്ചുറൽ നമ്പേഴ്സിനെ ഞാൻ ഇങ്ങോട്ട് കോപ്പി ചെയ്യുന്നുണ്ട്. ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഓരോ തൽക്കാലം ഞാൻ ഇങ്ങോട്ട് എഴുതി വെക്കുന്നുണ്ട്. ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഇനി ഇവരുടെ റെസിപ്രോക്കൽസ് ആരൊക്കെയാണ്? റെസിപ്രോക്കൽ നോക്കിക്കേ, 1ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറയുന്ന നമ്പറിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/x ആണ്. അപ്പോൾ ഇവിടെ 1/1 എന്ന് വരും. രണ്ടാമത്തെ എന്ത് വരും? 1/2. മൂന്നാമത്തെയോ 1/3. നാലാമത്തത് 1/4. അഞ്ചാമത്തത് 1/5. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇനി ഇവിടെയും നമുക്ക് ഡിഫറൻസ് എടുത്ത് നോക്കാം. ആദ്യം 1/2 ന്ന് 1/1 കുറയ്ക്കാം. 1/2 മൈനസ് 1/1 എങ്ങനെ കുറയ്ക്കാം? ക്രോസ് ചെയ്ത് നോക്കാം. 1 × 1, 1 × 1 എത്രയാണ്? 1. 1 × 2, 1 × 2 എത്രയാണ്? 2. ഇവർ തമ്മിൽ മൈനസ് ചെയ്യണം. ഡിവൈഡഡ് ബൈ, അടിയിലെ രണ്ടാൾക്കാരെ ഗുണിക്കുക. 2 × 1, 2 × 1 എത്രയാണ്? 2. 1 എന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക -1 ആണ്. അപ്പോൾ -1/2 എന്നതിന് ആൻസർ കിട്ടും. ഓക്കെ. ഇനി അതേപോലെ അടുത്ത രണ്ടാളുകൾ 1/3 എന്ന് 1/2 കുറയ്ക്കണം. 1/3 മൈനസ് 1/2 ചെയ്ത് നോക്കിക്കേ. 1 × 3 എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. 1 × 2 എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ, സോറി ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയില്ലേ. ആദ്യം 1 × 2 അല്ലേ? 1 × 2 2 എന്ന് കിട്ടി. ശേഷം 1 × 3 3 എന്ന് കിട്ടി. മൈനസ് ഇട്ടു. ഡിവൈഡഡ് ബൈ 3 × 2 3 × 2 എത്രയാണ്? 6. നമ്മളെപ്പോഴും ഫ്രാക്ഷൻസ് സബ്ട്രാക്ട് ചെയ്യുമ്പം ഇങ്ങനെയാണ് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്.
ശേഷം ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് ചെയ്യുമ്പം ആദ്യം ഈ ഒരു ഡയറക്ഷനിൽ പിന്നെ ഈ ഡയറക്ഷനിൽ. ഓക്കെ, എടാ 2 3 പോയാൽ എത്രയാണ്? -1 ആണ് അല്ലേ. അപ്പോൾ -1/6 എന്നാണ് ആൻസർ കിട്ടിയത്. നോക്കിക്കേ, ഈ ആളും സെയിം ആണോ? സെയിം അല്ല. അപ്പോൾ അവിടുത്തെ ഡിഫറൻസ് എന്തല്ല? സെയിം അല്ല. അപ്പോൾ നമ്മൾ എന്ത് എഴുതി വെക്കും? ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഞാൻ തൽക്കാലം ഇവിടെ എഴുതുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. എന്താണ് റീസൺ? നേരത്തെ എഴുതിയ അതേ റീസൺ തന്നെയാണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് ടേംസ് ഈസ് നോട്ട് ഈക്വൽ. അപ്പോൾ റീസണും കൂടെ ഞാൻ ഇങ്ങോട്ടൊന്ന് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് ടേംസ് ഈസ് നോട്ട് ഈക്വൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 5ാമത്തെ ചോദ്യം. 5ാമത്തെ ചോദ്യം പറയുന്നത് എങ്ങനെയാണ്? പവേഴ്സ് ഓഫ് 2. 2ൻ്റെ പവേഴ്സ് എഴുതാനാണ് പറഞ്ഞത്. എഴുതി നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. 2ൻ്റെ പവർ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം 2⁻0 എഴുതി, പിന്നെ 2⁻1, 2⁻2, 2⁻3, 2⁻4 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സീക്വൻസ് ആണല്ലേ. ഈ 2⁻0 എനി നമ്പർ ⁻0 എന്ന് പറഞ്ഞാൽ എത്ര ആൻസർ? 1 ആണ് ആൻസർ. 2⁻1 എന്ന് പറഞ്ഞാലോ 2. 2⁻2 എന്ന് പറഞ്ഞാൽ 2 × 2 4 കിട്ടും. 2⁻3 എന്ന് പറഞ്ഞാലോ 2 × 2 × 2 എന്ന് കിട്ടും. 2 × 2 4, 4 × 2 8 ആണ്. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഓക്കെ, ഇനി ഇവിടെ അതേപോലെ ഡിഫറൻസ് എടുത്ത് നോക്കാം. ആദ്യം 2 - 1 നമുക്ക് കിട്ടും 1 എന്ന് കിട്ടും. പിന്നെ അടുത്തത് 4 - 2. 4 - 2 എത്രയാണ്? 2. 8 - 4. 8 - 4 എത്രയാണ്? 4 അല്ലേ. ഇവിടെയും ഡിഫറൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് ടേംസ് സെയിം ആണോ? അല്ലെങ്കിൽ ഈ കാണുന്ന ചങ്ങായിമാർ സെയിം ആണോ എന്നാണ് ചോദിച്ചത്. അല്ല. അപ്പം ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ഇവരൊന്നും അരിത്മെറ്റിക് സീക്വൻസ് അല്ല. അതല്ലെങ്കിൽ ഇവിടെ റീസൺ നമുക്ക് എഴുതിയേക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് ടേംസ് ഈസ് നോട്ട് ഈക്വൽ. അവർ ഈക്വൽ അല്ല. അപ്പം 5ാമത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി 6ാമത്തെ സബ് ക്വസ്റ്റ്യൻ. 6ാമത്തെ സബ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് പറയുന്നത്? ഹാഫ് ഓഫ് ദ ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സിൻ്റെ ഹാഫ്. ഇതേപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6. ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണോ? ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 3, 5, 7, 9 അങ്ങനെ പോകുന്ന ആളാണ്. അപ്പോൾ ഹാഫ് ഓഫ് ഓഡ് നമ്പറോ? ഹാഫ് ഓഫ് ഓഡ് നമ്പേഴ്സോ? ശ്രദ്ധിച്ച്, 1ൻ്റെ പകുതി 1/2. ഇനി അങ്ങനെയല്ലെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് പകുതി എഴുതി വെക്കും ചെയ്യട്ടോ. 1ൻ്റെ പകുതി എത്രയാണ്? 0.5. 3ൻ്റെ പകുതി എത്രയാണ്? 1.5. 5ൻ്റെ പകുതിയോ? 2.5. 7ൻ്റെ പകുതിയോ? 3.5. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇനി അതല്ലെങ്കിൽ 1/2 എന്നോ 3/2, 5/2, 7/2, 9/2 അങ്ങനെ എഴുതി വെക്കാം. 2 രീതിയിൽ നിങ്ങൾ എഴുതിയാലും എന്ത് തന്നെയാണ്? ശരിയാണ്. നമുക്ക് തൽക്കാലം ഇങ്ങനെ എഴുതി വെക്കാം. ഓക്കെ, ഇനി നേരത്തെ പോലെ ഡിഫറൻസ് എടുത്തോ. 3/2 - 1/2. ഇവിടെ നമുക്ക് ക്രോസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. ക്രോസ് ചെയ്യുകയാണെങ്കിൽ 3 × 2 6 - 2 / 4 എന്ന് വരും. ഇനി അതല്ല, ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് മേലുള്ള ആളുകളെ നേരെ കുറയ്ക്കാം. 3ന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 2 ആണ് കിട്ടുക. അപ്പോൾ 2/2 എന്ന് കിട്ടും. 2/2 എത്രയാണ്? 1 ആണ്. അതുപോലെ തന്നെ 5/2 - 3/2 ചെയ്ത് നോക്കാം. നോക്കിക്കേ, 5ന്ന് 3 കുറയ്ക്കാം. 5ന്ന് 3 കുറച്ചാൽ 2 ആണ് കിട്ടുക. 2/2 എന്ന് കിട്ടും. 2/2 എത്രയാണ്? 1 ആണ്. അടുത്തത് 7/2 - 5/2 ചെയ്ത് നോക്കാം. ഇവിടെയും 7ന്ന് 5 കുറച്ചാൽ 2 ആണ്. 2/2 എന്ന് കിട്ടും. 1 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഈ ആളുകളൊക്കെ എന്താണ്? ഈക്വൽ ആണ് അല്ലേ? 1 1 1 എന്നാണ് കിട്ടിയത്. അഥവാ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് ടേംസ്, ഡിഫറൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് ടേംസ് ഈസ് ഈക്വൽ. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? ഇറ്റ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാം. ഓക്കെ,
അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് 5 സബ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്, 6 സബ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 6 നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നേരെ രണ്ടാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 2 നമുക്കൊന്ന് മൊത്തമായിട്ട് വായിച്ചു നോക്കാം. സീ ദീസ് പാറ്റേൺസ്. എന്നിട്ട് പാറ്റേൺ തന്നിട്ടുണ്ട്. ഈ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഓരോ ഫിഗറുകളാണ് അല്ലേ, 4 ഫിഗറുകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ഈച്ച് പിക്ചർ? ഓരോ പിക്ചറിലും എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ടെന്ന്. ഞാൻ തൽക്കാലം ഇവിടെ തന്നെ ആൻസർ എഴുതി പോവുകയാണ്. നോക്കിക്കോ. ആദ്യത്തേൽ ഒരു സ്ക്വയർ ഇവിടെ, ഈ കാണുന്നത് ഒരു സ്ക്വയർ അല്ലേ, ഇത് രണ്ടാമത്തെ സ്ക്വയർ. അപ്പോൾ 2 സ്ക്വയറുകളുണ്ട്. ഇനി രണ്ടാമത്തേൽ നോക്കിക്കേ. 1, ഇത് 2, 3, 4, അങ്ങനെ 4 ചെറിയ സ്ക്വയറുകളുണ്ട്. സ്മോൾ സ്ക്വയേഴ്സിനാണ് ചോദിച്ചത്, അപ്പോൾ 4 എണ്ണം ഉണ്ട്. ഇനി അടുത്തേൽ 1, 2, 3, 4, 5, 6 എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. അടുത്തേൽ 1, 2, 3, 4, 5, 6, 7, 8 8 എണ്ണം ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് സ്മോൾ സ്ക്വയേഴ്സിൻ്റെ എണ്ണം പോകുന്നത്. ഓക്കെ അല്ലേ? നമുക്കപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് പോകാം. ഇനി അടുത്തത് ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്. ഈ ലാർജ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താ പറയുക, ഇവിടെ ഒരു സ്മോൾ സ്ക്വയർ അല്ലേ, ഇതൊരു സ്മോൾ സ്ക്വയർ, വേറൊന്ന്, അങ്ങനെ 4 എണ്ണം കൂടി ചേർന്ന് കഴിഞ്ഞപ്പം ഇവിടെ വലിയൊരു സ്ക്വയർ ഉണ്ടായിട്ടില്ലേ, ഇതിനെയാണ് ലാർജ് സ്ക്വയർ എന്ന് പറഞ്ഞതുകൊണ്ട് അവരുദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ വലിയ സ്ക്വയർ ആണോ ഉണ്ടായത്? അല്ല, ഇവിടെ റെക്റ്റാങ്കിൾ ആണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ ലാർജ് സ്ക്വയർ ഉണ്ടോ? ലാർജ് സ്ക്വയർ ഇല്ല. അപ്പോൾ ആദ്യത്തെ ചിത്രത്തിൽ ഇല്ല, 0 എന്ന് എഴുതി വെച്ചു. രണ്ടാമത്തെ ചിത്രത്തിൽ നോക്കിക്കേ, ഈ 4 എണ്ണം കൂടി ചേർന്നിട്ട് ഒരു വലുതുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ 1 ആണ് ആൻസർ. മൂന്നാമത്തേൽ ആദ്യത്തെ 4 എണ്ണം കൂടി ചേർന്നിട്ട് ഇങ്ങനൊരു വലിയ സ്ക്വയർ ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഇനി ഇങ്ങനൊരു വലിയ സ്ക്വയറും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അടുത്തേൽ ഇവിടെ 1 ഉണ്ട്. ഓക്കെ, 2 ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഓക്കെ, 3 ഇങ്ങനെ കിടക്കുന്നുണ്ട്. കാര്യം പിടി കിട്ടിയോ? ആദ്യത്തത് ഈ കാണുന്ന ചങ്ങായിയാണ്, രണ്ടാമത്തത് ഇവനാണ് അല്ലേ. ഇനി ഈ നടുക്ക് ഇവിടെ ഒരുത്തം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഇവിടെ എത്രയാണ്? 3. അപ്പം ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഇനി ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ ഇൻ ഈച്ച് പിക്ചർ. ഓരോ പിക്ചറിലും ടോട്ടൽ എത്ര സ്ക്വയർ ഉണ്ട്? അപ്പോൾ ഈ ടോട്ടൽ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? സ്മോൾ സ്ക്വയറും വരും, ലാർജ് സ്ക്വയറും വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആദ്യത്തേൽ 2 സ്മോൾ സ്ക്വയർ, ലാർജ് സ്ക്വയർ ഇല്ല, 0. ഈ രണ്ടാളെയും കൂടെ കൂട്ടിയാൽ മതി. കൂട്ടിയാൽ എത്ര കിട്ടും? 3. രണ്ടാമത്തേൽ 4 എണ്ണം ഉണ്ട് ചെറുത്, 1 വലുത്. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണമായി? 5. മൂന്നാമത്തേൽ 6 എണ്ണം ഉണ്ട്, 5. മൂന്നാമത്തേലേക്ക് നോക്കുമ്പം 6 ചെറുതും 2 വലുതും. അപ്പോൾ എത്ര എണ്ണമായി? 8 ആയില്ല. 6 2 8. നാലാമത്തേലേക്ക് നോക്കുമ്പോൾ 8ഉം 3ഉം ആണ്. 8ഉം 3ഉം എത്രയാണ്? 11 ആണ്. അപ്പോൾ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ സീക്വൻസ് ഉണ്ടാക്കി വെക്കാം, അല്ലെങ്കിൽ ആ സ്ക്വയേഴ്സിൻ്റെ എണ്ണം എഴുതി വെക്കാം. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇവിടെ ഉണ്ട്. ഇഫ് വി കണ്ടിന്യൂ ദ പാറ്റേൺ ഓഫ് പിക്ചേഴ്സ് ആർ ദ സീക്വൻസ് എബോ അരിത്തമെറ്റിക് സീക്വൻസസ്. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിൽ ഓരോന്നും അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നും കൂടെ പറയണം. അപ്പോൾ നോക്കി നോക്കാം നമുക്ക്. ആദ്യത്തെ ക്വസ്റ്റ്യൻ അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? ഇവനാണ് ആദ്യത്തെ ആൾ, അവനങ്ങോട്ട് എഴുതിയേക്കാം. നോക്കിക്കേ, എങ്ങനെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നോക്കുക. 4ന്ന് 2 കുറയ്ക്കുക. 4ന്ന് 2 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി? 2. 6ന്ന് 4 കുറയ്ക്കുക, അപ്പോൾ എത്ര കിട്ടി? 2. 8ന്ന് 6 കുറയ്ക്കുക, അപ്പോൾ എത്ര കിട്ടി? 2. കോമൺ ഡിഫറൻസ് അവിടെ ഇല്ലേ? സോ ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ഞാൻ ആ കിട്ടിയ സീക്വൻസ് ഒന്ന് നേരെ എഴുതി വെക്കുകയാണ് ഇവിടേക്ക്. 0 1 2 3 എന്ന് പറഞ്ഞിട്ട് ആദ്യം 1ന്ന് 0 കുറയ്ക്കും, 1 കിട്ടും. 2ന്ന് 1 കുറയ്ക്കും, 1 കിട്ടും. 3ന്ന് 2 കുറയ്ക്കും, 1 കിട്ടും. ഒന്നുമില്ല, 1 0 മൈനസ് ചെയ്തു, 2 1 മൈനസ് ചെയ്തു, 3 2 അതും മൈനസ് ചെയ്തു. എല്ലായിടത്തും കോമൺ ഡിഫറൻസ് ഉണ്ട് അല്ലേ, സെയിം ആണ് അവിടെ കിട്ടിയിരിക്കുന്ന ഡിഫറൻസ് ഒക്കെ. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും? അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കും. അപ്പോൾ ഈ സാധനം നേരെ ഇങ്ങോട്ട് എഴുതി വെച്ചു. സോ ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. നമുക്ക് കിട്ടിയ സീക്വൻസ് ഞാൻ നേരെ ഇങ്ങോട്ട് എഴുതി വെക്കുകയാണ്. 3 5 8 11 എന്ന് പറഞ്ഞിട്ടല്ലേ പോകുന്നത്. ഡിഫറൻസ് എടുത്ത് നോക്കാം. 5 - 3
രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേം കുറച്ചു. എത്ര കിട്ടുക? 2. 8 - 5 എത്ര കിട്ടുക? 8 - 5 3. 11 - 8 എത്ര കിട്ടുക? 11 - 8 3 അല്ലേ? ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആവാനാണല്ലോ ചാൻസ്. നമുക്ക് എവിടെയും തെറ്റിയുണ്ടോ നോക്കാം. ടോട്ടൽ അല്ലേ ചോദിച്ചാൽ ആദ്യത്തെ ടേമും ഇവിടെ 2ഉം ഇവിടെ 0 അല്ലേ? രണ്ടും 0 കൂട്ടിയാൽ നമുക്ക് കിട്ടേണ്ടത് 2 ആയിരുന്നു. ഞാനവിടെ 3 എഴുതിപ്പോയി. ഇത് ആക്ച്വലി 2 ആണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ 3 അല്ല 2 ആണ്. 5 - 2 എന്ന് വരും. 5 - 2 എത്രയാണ്? 3 തന്നെയാണ്. സോ ഇവിടെയും 3 ആണ്, ഇവിടെയും 3 ആണ്, ഇവിടെയും 3 ആണ്. കോമൺ ഡിഫറൻസ് ഉണ്ടോ? കോമൺ ഡിഫറൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ ഇത് കോപ്പി ചെയ്യുക, ഇവിടേക്ക് ജസ്റ്റ് പേസ്റ്റ് ചെയ്തേക്കുക. ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. സോറി. ഇവിടെ 2 ആണ് വേണ്ടിയിരുന്നത്. ഞാനിവിടെ എഴുതിയപ്പോൾ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. സോറി. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സോ ആ പേജിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇൻ ദ പിക്ചർ ബിലോ, ഒരു പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. ദ പെർപെൻഡിക്കുലേഴ്സ് ഡ്രോൺ ഫ്രം ദ ബോട്ടം ലൈൻ ആർ ഈക്വലി സ്പേസ്ഡ്. ബോട്ടം ലൈൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ലൈനെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നിന്നൊക്കെ ഒരുപാട് ചുവന്ന വരകൾ ഇങ്ങനെ കുത്തനെ വരച്ചിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ പെർപെൻഡിക്കുലർ ലൈൻസ് ആണെന്നാണ് പറയുന്നത്. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും ഇവരെല്ലാവരും ഉണ്ടാക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു ലൈനിനോട് എല്ലാതും 90 ഡിഗ്രി ഉണ്ടാക്കുകയാണെങ്കിൽ ഈ കാണുന്ന ചുവന്ന വരകളൊക്കെ എന്തായിരിക്കും? പാരലൽ ലൈൻസ് ആയിരിക്കും, സമാന്തര വരകളായിരിക്കും. ഇവരൊക്കെ ഈക്വലി സ്പേസ്ഡ് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇല്ലേ, അതൊരു 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവനും 5 സെൻറ്റിമീറ്റർ ആയിരിക്കും, ഇവരും 5 സെൻറ്റിമീറ്റർ ആയിരിക്കും, ഇതും എന്തായിരിക്കും? 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഒക്കെ ഈക്വലി സ്പേസ്ഡ് ആണ്. ഇനി ഷോ ദാറ്റ്, നമുക്ക് എന്താ ഷോ ചെയ്യേണ്ടത്? ദ സീക്വൻസ് ഓഫ് ഹൈറ്റ് ഓഫ് പെർപെൻഡിക്കുലേഴ്സ്. ഈ ഓരോ ഹൈറ്റിൻ്റെയും, ഓരോ പെർപെൻഡിക്കുലറിൻ്റെ ഹൈറ്റിൻ്റെയും സീക്വൻസ് ചെയ്താൽ ആ സീക്വൻസ് ഓൺ കണ്ടിന്യൂയിങ് ദീസ് ഫോം ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇതുപോലെ തുറന്നു പോയാൽ അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. എന്നിട്ടൊരു ഹിൻറ്റും അവിടെ തന്നിട്ടുണ്ട്. എന്താ ഹിൻറ്റ്? ഡ്രോ പെർപെൻഡിക്കുലർ ഫ്രം ദ ടോപ്പ് ഓഫ് ഈച്ച് പെർപെൻഡിക്കുലർ ടു ദ നെക്സ്റ്റ് പെർപെൻഡിക്കുലർ. കുറേ പെർപെൻഡിക്കുലർ ഉണ്ടല്ലേ, ഒന്നുകൂടെ വായിച്ചു നോക്കാം. ഡ്രോ പെർപെൻഡിക്കുലേഴ്സ് ഫ്രം, നമ്മൾ വരയ്ക്കേണ്ടത് പെർപെൻഡിക്കുലർ ആണ്. എവിടുന്ന്? ടോപ്പ് ഓഫ് ഈച്ച് പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ ഇതൊരു പെർപെൻഡിക്കുലർ അല്ലേ? ഇതിൻ്റെ ടോപ്പിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. എവിടേക്ക്? ടു ദ നെക്സ്റ്റ് പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ തൊട്ടടുത്ത പെർപെൻഡിക്കുലറിലേക്ക്. അതുപോലെ ഇതിൻ്റെ ടോപ്പിൽ നിന്ന് ഇവിടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക, ഇതിൻ്റെ ടോപ്പിൽ നിന്ന് ഇവിടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഇവിടെയും അതുപോലെ ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ കിട്ടുമെന്നാണ് പറയുന്നത്. ചെയ്തു നോക്കാം നമുക്ക്. സോ ആ ഫിഗർ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് പേര് കൊടുക്കുകയാണ്. ഈ താഴെയുള്ള ഓരോ പോയിൻറ്റിനും ഞാൻ ABCD എന്ന് പേര് കൊടുത്തു. മേലുള്ള പോയിൻറ്റിന് PQRS എന്ന് പേര് കൊടുത്തു. ഇനി നമുക്ക് തന്നൊരു ഡാറ്റ, ഈ ABയും BCയും CDയും ഈക്വലാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന ഓരോ ലൈൻസും, നമ്മളിങ്ങനെ വരച്ചിരിക്കുന്ന ഓരോ ലൈൻസും പെർപെൻഡിക്കുലർ ലൈനാണ്. ആർക്ക്? ബോട്ടം ലൈനായിട്ട് പെർപെൻഡിക്കുലറാണ്. ഇതൊക്കെ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ അല്ലേ? അങ്ങനെ 90 ഡിഗ്രി ആണെങ്കിൽ ഈ കാണുന്ന ലൈൻസൊക്കെ എന്തായിട്ട് മാറും? ഈ ചുവന്ന വരകളൊക്കെ പാരലൽ ലൈൻസ് ആയിട്ട് മാറും. ഇനി അവർ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്കൊരു ഹിൻറ്റ് തന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരയ്ക്കാനാണ്. അപ്പോൾ ഞാൻ ഓരോ സ്ഥലങ്ങളിലും പെർപെൻഡിക്കുലർ ഇങ്ങനെ വരച്ച് വെക്കുകയാണ്. ഇതൊക്കെ പെർപെൻഡിക്കുലേഴ്സാണ്. ഓക്കെ. എന്നിട്ട് ഞാനിവിടെ പേര് കൊടുക്കുകയാണ്. ഇത് തൽക്കാലം ഒരു L എന്നും ഈ പോയിൻറ്റിന് M എന്നും ഇവിടെ ഞാൻ N എന്നും പേര് കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് 3 ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട്. 1, 2 and 3. ഓക്കെ. ഈ ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകത നോക്കിക്കേ. ഈ ട്രയാങ്കിൾസിലൊക്കെ ആ പച്ച കളറിൽ കാണുന്ന സൈഡ്, ഗ്രീൻ കളറിൽ കാണുന്ന സൈഡുകളൊക്കെ ഈക്വലാണ്. ഇതും 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 ഈക്വലാണ്. കാരണം എന്താ? കാരണം AB = BC = CD ആണ്. ഈ ഡിസ്റ്റൻസ് ഈക്വൽ ആയതുകൊണ്ട് ഇവിടെയും ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ. ഇനി അടുത്തത്, ഇവിടെയൊക്കെ പെർപെൻഡിക്കുലർ വരച്ചുകൊണ്ട് ഈ ആംഗിളൊക്കെ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി ആയിട്ടാണ് വരിക. ആണല്ലോ. പിന്നെ അതുപോലെ തന്നെ ഈ ലൈനില്ലേ, ഈ ലൈന് നോക്കിക്കേ. ഈ ലൈനായിട്ടുള്ള പെർപെൻഡിക്കുലർ, ഈ പെർപെൻഡിക്കുലറും ഈ 3 പെർപെൻഡിക്കുലറും ഇവരെ ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്ന ലൈനല്ലേ? ഈ 3 ലൈൻ എന്തായിരിക്കും? പാരലൽ ലൈനായിരിക്കും. അപ്പോൾ ഇവിടെ വരുന്ന ആംഗിൾസ് ഈ 3 എണ്ണം എന്തായിരിക്കും? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ആ ആംഗിൾസ് എന്തായിരിക്കും? ഈക്വലും ആയിരിക്കും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ട്രയാങ്കിളും ഈ കാണുന്ന ട്രയാങ്കിളും
ഈ കാണുന്ന ട്രയാങ്കിളും എന്തായിരിക്കും? ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതണ്ട, നമ്മൾ ജസ്റ്റ് കാര്യം മാത്രം എഴുതി വെച്ചാൽ മതി. ആ ട്രയാങ്കിൾസിൻ്റെ പേര് മൊത്തം അങ്ങോട്ട് എഴുതാം. ട്രയാങ്കിൾ PQL, അതുപോലെ തന്നെ ട്രയാങ്കിൾ QRS, ട്രയാങ്കിൾ RSN. ഇതാണ് നമ്മൾ അവിടെ കണ്ട 3 ട്രയാങ്കിൾ. RSN ആട്ടോ, RSN. ആർ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് ഞാൻ എഴുതി, ഈക്വൽ ട്രയാങ്കിൾസ്. അപ്പോൾ ഈ ഈക്വൽ ട്രയാങ്കിൾ ആവാനുള്ള ക്രൈറ്റീരിയ എന്താണ്? നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച ASA എന്നുള്ള ക്രൈറ്റീരിയ പ്രകാരമാണ്. ഒരു സൈഡും ആ സൈഡിൻ്റെ 2 എൻഡിലുള്ള ആംഗിൾസും, ഇവിടുത്തെ ഒരു സൈഡിനും 2 എൻഡിലുള്ള ആംഗിൾസിനും, ഇവിടുത്തെ ഒരു സൈഡിനും 2 എൻഡിലുള്ള ആംഗിൾസിനും എന്തായി? ഈക്വലായി. അപ്പോൾ അതുകൊണ്ടാണ് അത് ഈക്വൽ ട്രയാങ്കിൾ ആയത്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് എഴുതിയേക്കണം. One side and angles at its ends of all these triangle are the same, are equal എന്നോ are the same എന്നോ പറയാം. അപ്പോൾ അതുകൊണ്ട് ഈ 3 ആൾക്കാർ ഈക്വൽ ട്രയാങ്കിളായി. എടാ ഈക്വൽ ട്രയാങ്കിൾ ആയിക്കഴിഞ്ഞാൽ നോക്കിക്കേ, ഈ 3 ആംഗിൾസ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയില്ലേ? ഇവൻ്റെ ഓപ്പോസിറ്റുള്ള ഈ സൈഡും ഇവൻ്റെ ഓപ്പോസിറ്റുള്ള ഈ സൈഡും ഇവൻ്റെ ഓപ്പോസിറ്റുള്ള ആ സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആ ഈക്വൽ ആയിട്ടുള്ള സൈഡുകൾ ഞാൻ അങ്ങോട്ട് എഴുതിയേക്കാണ്. QL ഈക്വൽ ടു RM ഈക്വൽ ടു SN എന്ന് വെച്ചാൽ ഈ ഒരു കഷ്ണം എന്തായി? ഈക്വലായി. ലെറ്റ് ഇറ്റ് ബി D. ഞാൻ അവനെ D എന്ന് വെറുതെ വിളിക്കുകയാണ്. ലെറ്റ് ഇറ്റ് ബി D. ഞാൻ അതിനെ D എന്ന് വിളിച്ചു. എന്ന് വെച്ചാൽ ഞാനിവിടെ മാർക്ക് ചെയ്യണേ. ഈ കാണുന്ന ഒരു ചെറിയ കഷ്ണം ഉണ്ടല്ലോ, അതിനെ ഞാൻ D എന്ന് വിളിച്ചു. ഈ കഷ്ണം അതിന് ഈക്വലാണ്, അതിന് ഞാൻ D എന്ന് വിളിച്ചു. ഇവനും അതിന് ഈക്വലാണ്, അതിന് എന്തെന്ന് വിളിച്ചു? D എന്ന് വിളിച്ചു. ഇനി ഇഫ് PA ഈസ് ഈക്വൽ ടു X എന്ന് ഞാൻ വിളിക്കുകയാണ്. ആരാ PA? ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന PA എന്ന് പറഞ്ഞ ചങ്ങായില്ലേ, ആ ചങ്ങായിനെ ഞാൻ എന്തെന്ന് വിളിച്ചു? X എന്ന് വിളിച്ചു. വെറുതെ ഞാൻ വിളിച്ചു. എടാ ആ ലെങ്ത്ത് തന്നെയല്ലേ, ഈ കാണുന്ന ലെങ്ത്ത് തന്നെയല്ലേ ഇവിടെ മുതൽ ഇവിടെ വരെ ഉണ്ടാവുക. അപ്പം ഈ ആൾ എന്തായിരിക്കും? X തന്നെയായിരിക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ മൊത്തം ലെങ്ത്ത് എന്തായിരിക്കും? BQ എന്തായിരിക്കും? Xും Dയും ആഡ് ചെയ്തല്ലേ. അപ്പം സോ BQ is equal to X plus D എന്ന് വരും. ഓക്കെ, BQ X plus D ആയി. ഈ BQ തന്നെയല്ലേ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത്ത്. അപ്പോൾ അതെന്തായിട്ട് മാറും? ഈ കാണുന്ന ലെങ്ത്ത് X plus D ആയിട്ട് മാറും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ കാണുന്ന മൊത്തം RC എന്തായിട്ട് മാറും? ഈ ഫുൾ ലെങ്ത്ത് RC ഈക്വൽ ടു എന്തായിരിക്കും? X plus Dനോട് ഒരു D കൂടി എന്ന് വെച്ചാൽ X plus D plus D എന്ന് വരും, വിച്ച് മീൻസ് X plus 2D. അപ്പം ഇത് X plus D ആണ്, ഇത് X plus 2D ആണ് അല്ലേ. ഇനി ഇത് X plus 2D ആണെങ്കിൽ ഈ ചങ്ങായി എന്തായിരിക്കും? X plus 2D തന്നെയായിരിക്കും. ഞാൻ അവിടെ എഴുതി വെക്കുകയാണ് X plus 2D. അങ്ങനെയാണെങ്കിൽ ഈ മൊത്തം ലെങ്ത്ത് എന്തായിരിക്കും? DS എന്ന് പറയുന്ന ആൾ X plus 2Dനോട് ഒരു D കൂടിയതാണ് എന്ന് വെച്ചാൽ X plus 3D ആയിരിക്കും. X plus 3D. ഇത്രയും കാര്യം എഴുതി വെച്ചു. ഒന്നുമില്ല, ഞാൻ ആദ്യം ഈ ചങ്ങായിമാരൊക്കെ ഈക്വൽ ആണെന്ന് മനസ്സിലാക്കി ഓരൊക്കെ D എന്ന് വിളിച്ചു. ഈ ആദ്യത്തെ ആളെ X എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവനും എന്താണ്? X ആണ്. അപ്പോൾ ഈ ടോട്ടൽ ലെങ്ത്ത് Xും Dയും ആഡ് ചെയ്താണ് X plus D. പിന്നെ അത് X plus D ആണെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം എന്താണ്? X plus D. അപ്പോൾ അതിനോടൊരു Dയും കൂടെ കൂട്ടിയാൽ ടോട്ടൽ ലെങ്ത്ത് X plus 2D. അതുപോലെ ഇവിടെ X plus 3D എന്ന് കിട്ടും. ഓക്കെ അല്ലേ. ഇനി ഓരോ ഹൈറ്റും തമ്മിലുള്ള, അല്ലെങ്കിൽ ഓരോ ഹൈറ്റും ഞാനൊന്ന് സീക്വൻസ് ആയിട്ട് ചെയ്താൽ, ആദ്യത്തെ ഹൈറ്റ് X, രണ്ടാമത്തത് X plus D, മൂന്നാമത്തത് X plus 2D, നാലാമത്തത് X plus 3D അല്ലേ. ഇനി ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് എടുത്ത് വയ്ക്കുക. നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസിൽ എടുക്കുന്ന പോലെ X plus D എന്ന് X കുറച്ച് നോക്ക്. X plus D മൈനസ് X എന്ത് സംഭവിക്കും? ഈ എക്സും ഈ എക്സും ക്യാൻസലാവും, ആൻസറായിട്ട് D എന്ന് കിട്ടും. അതുപോലെ തന്നെ X plus 2D എന്ന് X plus D ഒന്ന് മൈനസ് ചെയ്ത് നോക്കി. X plus 2D എന്ന്
എക്സ് പ്ലസ് ഡി മൈനസ് ചെയ്ത് നോക്കുക. മൈനസ് ചെയ്യുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, ബ്രാക്കറ്റ് നിർബന്ധമായിട്ട് ഇടണം അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ എക്സ് മൈനസ് എക്സ് എന്ന് വരും, എക്സും ക്യാൻസലായി പോകും. 2d ഈ പ്ലസും മൈനസും കൂടെ മൈനസ് ആയിട്ട് മാറും, 2d മൈനസ് ഡി എന്ന് വരും. അതിൻ്റെ ആൻസറും ഡി ആണ് കിട്ടുക. ഇനി ഇങ്ങനെയൊന്നും ആലോചിച്ചില്ലെങ്കിൽ നിങ്ങളിങ്ങനെ നോക്കിയാൽ മതി. ഇവിടേക്ക് വരുമ്പോൾ എത്രയാണ് കൂടിയത്, ഒരു ഡി കൂടി. ഇവിടേക്ക് വരുമ്പോൾ എത്രയാണ് കൂടിയത്, വീണ്ടും ഒരു ഡി കൂടി. ഇവിടേക്ക് വരുമ്പോൾ എത്രയാണ് കൂടിയത്, വീണ്ടും ഒരു ഡി കൂടി അല്ലേ. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് എന്തും അറിയാം, ദേ ഫോം ആൻ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാം. അവർ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ട് മാറുന്നു. ആരാണ് ഈ അവരെന്ന് പറഞ്ഞാൽ ഹൈറ്റ്, അത്രയേ ഉള്ളൂ. അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആയിരുന്നു, ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കുക. ആ പേജിലുള്ള 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. താങ്ക് യു ഫോർ വാച്ചിങ്.